എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതായത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ 16 ദിവസത്തെ കേരള ട്രാക്കിംഗ് ഡീറ്റെയിൽഡ് കളക്ഷൻ. അതായത് ബസൂക്ക കേരളത്തിൽ എത്ര ഷോ കളിച്ചു, എത്ര ഓഡിയൻസ് ചിത്രം ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു, ചിത്രത്തിന്റെ ട്രാക്കഡ് ഗ്രോസ് എത്രയാണ്, അതുപോലെ തന്നെ ലാലേട്ടന്റെ തുടരുമെന്ന സിനിമ ഇന്ന് റിലീസ് ആകുകയാണല്ലോ. ചിത്രത്തിന്റെ അഡ്വാൻസ് ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ, ചിത്രത്തിന്റെ ആദ്യ പ്രതികരണം എപ്പോൾ വരും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ മമ്മൂക്ക ഡിനോ ഡെന്നിസ് കൂട്ടുകെട്ടിലെത്തിയ ബസൂക്ക എന്ന മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രത്തിന്റെ കേരള ഡീറ്റെയിൽഡ് കളക്ഷൻ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇതുവരെ ചിത്രം 15 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ 16ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 15 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിൽ കേരളത്തിൽ മാത്രം ട്രാക്ക് ചെയ്ത ഷോകളുടെ ടോട്ടൽ എണ്ണം 10,000 കടന്നിരിക്കുകയാണ്. 15 ദിവസങ്ങൾ കൊണ്ട് ബസൂക്ക എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ കണ്ടവരുടെ എണ്ണം 7,46,355 എത്തിയിരിക്കുന്നു. ആദ്യ 15 ദിവസങ്ങൾ കൊണ്ട് ബസൂക്ക 10,000 മുകളിൽ ഷോകൾ കേരള ബോക്സ് ഓഫീസിൽ കളിച്ചപ്പോൾ ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 30% മുകളിലാണ്. ഇതിനോടകം തന്നെ 15 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 200 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രം കളിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ മാത്രം 11,83,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 15 ദിവസങ്ങൾ കൊണ്ട് 14 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ ലാലേട്ടൻ, തരുൺ മൂർത്തി, ശോഭന എന്നിവർ ഒന്നിച്ച തുടരുമെന്ന സിനിമ ഇന്ന് റിലീസ് ആകുകയാണല്ലോ. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് 2.5 ദിവസങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1186 ഷോകളാണ്. ഏറ്റവും കൂടുതൽ ഷോകൾ കളിക്കുന്നത് ഇന്ന് കേരളത്തിൽ എറണാകുളത്താണ്. 217 ഷോകളാണ് ചിത്രം ഇന്ന് എറണാകുളത്ത് കളിക്കുന്നത്. അതിനിയും കൂടും. അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന തുടരും സിനിമയുടെ ഓഡിയൻസിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ 1,39,000 പരം പ്രേക്ഷകരെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 1,186 ഷോകളിൽ നോക്കുമ്പോൾ 39%. ചിത്രത്തിന്റെ അഡ്വാൻസ് പ്രീസെയിൽ ഫൈനൽ കേരള കളക്ഷൻ 2,32,00,000 രൂപ കഴിഞ്ഞിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഫൈനൽ പ്രീസെയിലൂടെ 29 ലക്ഷം രൂപയും ഓവർസീസ് ഫൈനൽ പ്രീസെയിലൂടെ 1,10,00,000 രൂപയും ചിത്രം നേടി. അങ്ങനെ പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ലാലേട്ടന്റെ തുടരുമെന്ന സിനിമ 3,74,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2025 ഏറ്റവും ഉയർന്ന പ്രീസെയിൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഇപ്പോൾ 2ാം സ്ഥാനത്ത് തുടരും എത്തിക്കഴിഞ്ഞു. എമ്പുരാനാണ് ആദ്യ സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ബസൂക്കയാണ്. 4ാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിങ്കാനയും. നിലവിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ 10 മണിയോട് കൂടിയാണ്. സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 46 മിനിറ്റും. അതായത് ഏകദേശം 11:30 കൂടി തന്നെ ചിത്രത്തിന്റെ ആദ്യ പകുതി അവസാനിക്കും. ആദ്യ അഭിപ്രായങ്ങൾ പുറത്തുവരും. 2ാം പകുതി ഏകദേശം 1:15 കൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1:30 കൂടി തന്നെ തുടരും സിനിമയുടെ ആദ്യ ഫുൾ പ്രതികരണം പുറത്തുവരും. എന്തായാലും തുടരുമെന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസ് ചെയ്യപ്പെടുന്ന ചിത്രത്തിന് ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആരൊക്കെയാണ് ചിത്രം കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് പറഞ്ഞ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.